ഹായ്, അഭിലാഷ് അടയാണ്. ഒപ്പം റാമുണ്ട്, ബദ്രിച്ചേട്ടനുണ്ട്. അപ്പോൾ എന്തായാലും പുതിയ സീരിയൽ വിശേഷങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാൻ പണ്ടൊരു കോളേജിൽ ഒരു പ്രോഗ്രാമായിട്ട് ഞാനും അൻസാർ മാറാടിയും വന്നപ്പോൾ അവിടെ ഗസ്റ്റായിട്ട് എത്തിയത് നമ്മുടെ ബദ്രിച്ചേട്ടനാണ്. സീരിയലിൽ എത്രമാത്രം ആളുകൾ സ്നേഹിക്കുന്നു എന്ന് കാണിച്ചൊരു അടിപൊളി സംഭവമായിരുന്നു. അത് നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് അല്ലേ, അവിടെ കോലഞ്ചേരി ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞ സീരിയലിൻ്റെ ഒരു അല്ലേ ടൈം തന്നെയായിരുന്നു. പിന്നെ ചേട്ടൻ ഇപ്പോൾ സീരിയൽ ചെയ്യുന്നത് സൂര്യയിലെ ചട്ടമ്പിപ്പാറ എന്ന് പറയുന്ന സീരിയലാണ് ഇപ്പോൾ ലെൻസ് ചെയ്യുന്നത്. വരാനിരിക്കുന്നത് ഒരു അതിന്റെ പൈലറ്റൊക്കെ തുടങ്ങാൻ പോകുന്നു ചാനലിലേക്കാണ്. ഓൾ ദ ബെസ്റ്റ്. അതുപോലെ നമ്മുടെ റാം നമ്മുടെ ചങ്ക് മിമിക്രി കലാകാരനാണ്, ആർട്ടിസ്റ്റാണ്, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വിശേഷങ്ങൾ പുതിയതിപ്പം ഡബിങ് ചെയ്തിരിക്കുന്ന പടമാണ്. പെദ്ദി എന്നാണ് പടത്തിൻ്റെ പേര്. പടമാണ്, വലിയ പടമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എത്ര വർഷമായി ഡബിങ്ങിൻ്റെ ഇതിൽ തുടങ്ങിയ സിനിമയുടെ? ഡബിങ് ഞാൻ 15 വയസ്സ് തുടങ്ങിയ സിനിമ ഡബ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് തെലുങ്ക് മൂവിയാണോ? തെലുങ്കും തമിഴും എല്ലാം ചെയ്തിട്ടുണ്ട്. ശരി. നിങ്ങളുടെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഷോസൊക്കെ കണ്ടിട്ടുണ്ട്. സന്തോഷമുണ്ട്. ആയിക്കോട്ടെ. അഭിലാഷിനെ ഞാൻ ഈ പരിചയപ്പെടുന്നത് ഏതാണ്ട് എനിക്കൊരു 10-20 വയസ്സുള്ള പ്രായത്തിലാണ്. അത് 20-25-22 വർഷം മുമ്പാണ് അഭിലാഷിനെ ഞാൻ പരിചയപ്പെടുന്നത്. പെർഫോമൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ പുലിയാണ്. പിന്നെ അഭിലാഷ് ഈ അടുത്ത കാലത്ത് ചാനൽ ഇതിലൂടെ സോഷ്യൽ മീഡിയയൊക്കെ ഒന്നുകൂടെ വൈറലായി നിൽക്കുകയാണല്ലോ. അപ്പം നമ്മളെയൊക്കെ വലിയ സെലിബ്രിറ്റി ആയിട്ട് അഭിലാഷ്. അങ്ങനെയല്ല, കാരണം ഞാൻ നിൽക്കുന്ന സെലിബ്രിറ്റികളുടെ കൂടെയാണ്. അപ്പോൾ ബദ്രിച്ചേട്ടൻ്റെ ആയാലും അല്ലേ നമ്മൾ നിൽക്കുന്നത്. സിനിമ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന പടത്തിന്റെ ഒന്ന് പറഞ്ഞു തരാട്ടാ. അവസാനം ചെയ്തത് പഴഞ്ചൻ പറയുന്ന പറഞ്ഞ സിനിമയാണ്. അതിനുശേഷം പ്രഹരം ബിനു ഡയറക്ട് ചെയ്യുന്ന. ബിനുചേട്ടാ, എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങളുടെ ഫുൾ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വേറെ ലെവലായിരിക്കും പ്രഹരം. അപ്പൊ അതിന് സപ്പോർട്ട് ഉണ്ടോ? അതുപോലെ തന്നെ അഭിലാഷിനെ കുറിച്ച് പറയാതിരിക്കുന്നില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ മെയിൻ താരമാണ്, മൊത്താണ്. ഞാൻ മൂവാറ്റൂർ വരുന്ന സമയത്ത് യാദൃശ്ചിക കണ്ടാണ്. അപ്പൊ എന്തായാലും പിടിച്ചു നിർത്തിട്ടൊരു വീഡിയോ അഭിലാഷാട്ടയം എന്ന് പറയുന്നത് അല്ലേ, അഭിലാഷാട്ടയം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. മൂവാറ്റൂരിലെ വലിയൊരു മാണിക്യമായി മാറട്ടെ. കേരളമല്ല, ഇന്റർനാഷണൽ ലെവലിൽ അറിയുന്ന സോഷ്യൽ മീഡിയ ഈ പയ്യന്മാര് നമ്മളെ പൊക്കി ആകെ പ്രാന്താവും. കോഴിക്കോട് വന്ന കോഴിക്കോടുള്ള ഹൽവ വാങ്ങിത്തരാൻ നമ്മൾ പറഞ്ഞിട്ട് കേൾക്കണ്ട. ഈ മാംകോട് എല്ലാവിധ ആശംസകളും. റാമല്ലേ, ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഇയാളുടെ കണ്ട് നല്ല രസമാണ്. അപ്പൊ നമ്മുടെ മണിച്ചേട്ടൻ പറഞ്ഞ പോലെ എന്തായാലും ഈ കറമ്പനാളൊരു കുറുമ്പനാ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു.